പാകിസ്ഥാനിലെ ഇറാൻ അതിർത്തിയോട് ചേർന്ന് ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനെ തുടർന്ന് ആക്രമണത്തിന് കനത്ത മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ഇറാനും മുന്നറിയിപ്പ് നൽകി. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള വൈരി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വിഘടനവാദികൾക്ക് അഭയം നൽകുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഇതിന് കാരണം. നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാൻ കഴിയും, പക്ഷേ നമ്മുടെ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2003 മെയ് മാസത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിരുന്നാലും ഒരു അവസരം ലഭിച്ചാൽ എല്ലാവരും മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു അയൽരാജ്യമാണ് പാകിസ്ഥാൻ. ചിരവൈരിയായ ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തെ ഏറ്റവും മികച്ചത് എന്ന് വിളിക്കാം. അഫ്ഗാനിസ്ഥാനും ഇറാനുമായും പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നു. ഇറാനും അഫ്ഗാനിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളാണ്. പാകിസ്ഥാനെ പോലെ അഫ്ഗാനിസ്ഥാനും സുന്നി ഭൂരിപക്ഷ രാജ്യമാണ്. പക്ഷേ ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം യോജിപ്പുള്ളതല്ല. വാസ്തവത്തിൽ ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയും നിയന്ത്രണ രേഖയും കുറച്ചു കാലമായി ശാന്തമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനും ഇറാനുമായുള്ള അതിർത്തികൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന പ്രദേശം മയക്കുമരുന്ന് കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും കേന്ദ്രമാണ്. വിഭാഗീയ വ്യത്യാസങ്ങളും ബലൂചി വിഘടനവാദ പ്രവർത്തനങ്ങളും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറയുന്നതനുസരിച്ച് 2013 മുതൽ ഇറാനിലെ സിവിലിയന്മാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും കൊലപാതകം, ആക്രമണം, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിൽ ഈ ഭീകര സംഘം ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേരെ ചാവേർ ആക്രമണം നടത്തി 27 ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി. അതേ വർഷം തന്നെ 14 ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുന്നി ഷിയ വിഭാഗീയതയാണ് കൈപ്പേറിയ ബന്ധത്തിന്റെ കാതൽ എന്നും പറയാതെ വയ്യ. എന്നിരുന്നാലും സമവാക്യത്തിൽ നിന്ന് വിഭാഗീയ വിഭജനം എടുത്തു കളഞ്ഞാലും പാകിസ്ഥാന്റെ ബന്ധം അതിന്റെ അയൽക്കാരുമായി നല്ലതല്ല. കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം അതിന്റെ തെളിവാണ്. 2021 US സൈന്യവും നാറ്റോ സഖ്യകക്ഷികളും വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മറ്റൊരു അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ അഫ്ഗാനിസ്ഥാൻ അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർത്തു എന്ന് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അഭിനന്ദിച്ചു. ഡസൻ കണക്കിന് ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് പോലെ പാകിസ്ഥാൻ ചരിത്രപരമായി താലിബാനെ പിന്തുണച്ചിരുന്നു. ഇന്ന് നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വൈര്യം പാകിസ്ഥാൻകാർ പോലും പ്രതീക്ഷിച്ചതല്ല. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ പ്രകോപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ പ്രവർത്തനങ്ങളാണ്. പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ താലിബാൻ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണം ബന്ധം വഷളാക്കി. അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ നാടുകടത്തുന്നതും അഫ്ഗാൻ ട്രാൻസ്പോർട്ടർമാർക്കുള്ള വിസ നിയന്ത്രണങ്ങളും മറ്റും ഈ സംഘർഷത്തിലെ പ്രധാന പോയിന്റുകളാണ്. താലിബാൻ ഭരണത്തിനു മുമ്പ് ഇന്ത്യയെപ്പോലെ അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ ഗവൺമെന്റും തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം അവർ ഒരു ആർക്കൈവലായി കാണുന്നു. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ പിൻവലിച്ചതിന് ശേഷം ഈ ബന്ധം മഞ്ഞുവീഴ്ചയിൽ നിന്ന് ശീതകാല മരവിപ്പിലേക്ക് മാറി. ഈ വിഷയത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത പാകിസ്ഥാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും തീരുമാനത്തെ ഏകപക്ഷീയമെന്ന് വിളിക്കുകയും ചെയ്തു. ഏതാണ്ട് പ്രവർത്തനരഹിതവും തരം താഴ്ന്നതുമായ നയതന്ത്ര ബന്ധങ്ങളും വ്യാപാരം നിർത്തിച്ചതുമൊക്കെ ഇതിന് പിന്നിലുണ്ടായി. എന്നിരുന്നാലും 2021 ഫെബ്രുവരി മുതൽ നിയന്ത്രണ രേഖയിൽ താരതമ്യേന മന്ദതയാണ് ഇരു രാജ്യങ്ങളും കാണുന്നത്. ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് മുമ്പ് നിയന്ത്രണ രേഖയിൽ നിരന്തരമായ ഷെല്ലാക്രമണവും വെടിവയ്പും നടന്നിരുന്നു. പാകിസ്ഥാൻ ചൈനയുമായി കര അതിർത്തി പങ്കിടുന്നില്ല. എന്നിരുന്നാലും അവർ 1963 ചൈനയ്ക്ക് വിട്ടുകൊടുത്ത പാക് അധീന കാശ്മീരിന്റെ ഭാഗമായ തർക്കത്തിലുള്ള ഷക്സ്ഗാം താഴ്വരയിലൂടെ വ്യാപാരവും ജനങ്ങളുമായുള്ള കൈമാറ്റവും നടത്തുന്നു. വാസ്തവത്തിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടവഴി രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. മുഴുവൻ പിയോക്കയും ആക്സായ് ചീനും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതിനാൽ ചൈനയുമായുള്ള പാകിസ്ഥാന്റെ സഖ്യം ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി വേറിട്ട് നിൽക്കുന്നു. തുടക്കത്തിൽ ഇന്ത്യയോടുള്ള പരസ്പര എതിർപ്പിൽ വേരൂന്നിയെങ്കിലും അത് ബഹുമുഖ നയതന്ത്ര സാമ്പത്തിക സൈനിക സഹകരണമായി പരിണമിച്ചു.
ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും അയൽക്കാരല്ല, പങ്കാളിത്തം വഴിപിഴച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ കടക്കണിയുടെ ഏക കാരണം ചൈനയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2000 മുതൽ 2017 വരെ പാകിസ്ഥാനിലെ ചൈനീസ് വികസന ധനസഹായത്തിന്റെ പ്രധാന രൂപം വായ്പകളായിരുന്നു, ഗ്രാൻറ്റുകളല്ല. പണം വാണിജ്യ പലിശ നിരക്കിൽ നൽകിയിരുന്നതായി 2021 എയ്ഡ് ഡേറ്റയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി പ്രതിവർഷം $20 ബില്യൺ. അതേസമയം പാകിസ്ഥാന്റെ കയറ്റുമതി പ്രതിവർഷം $2 ബില്യൺ. പാകിസ്ഥാന്റെ കെയർടേക്കർ വാണിജ്യ വ്യവസായ ഉൽപ്പാദന മന്ത്രി ഗോഹർ ഇജാസ് 2023 ഡിസംബറിൽ പറഞ്ഞതാണിത്. വ്യാപാര അസന്തുലിതാവസ്ഥ കാരണം പാകിസ്ഥാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ തുടരാൻ ചൈന തയ്യാറല്ലെന്ന് ബിസിനസ് റെക്കോർഡർ റിപ്പോർട്ട് ചെയ്യുന്നു. 2011 അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ ഒരു പരാമർശത്തിൽ പാകിസ്ഥാനോട് മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയാണ്: നിങ്ങൾ വീട്ടുമുറ്റത്ത് പാമ്പുകളെ വളർത്തിയാൽ അവ നിങ്ങളുടെ അയൽക്കാരെ മാത്രം കടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒടുവിൽ ആ പാമ്പുകൾ വീട്ടുകാർക്ക് നേരെയും തിരിയും. യഥാർത്ഥത്തിൽ അയൽക്കാരുമായുള്ള ബന്ധം വഷളാക്കുന്ന പാമ്പുകളെയാണ് പാകിസ്ഥാൻ കൂടുതലായി ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്.